Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier transform of f of x is equal to 1 minus mod x if mod x is less than equal to 1. And also find the Fourier inverse transform. ഇത് മെയ് 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് Fourier transform കണ്ടുപിടിക്കുക. Fourier transform റെപ്രസെന്റേഷൻ എന്താണ്? f of x. Fourier transform ഫോർമുല എന്താണ്? 1/√2π integral minus infinity to plus infinity. 1/√2π minus infinity to plus infinity f of x e raised to minus isx dx. First we write the formula for Fourier transform. Fourier transform formula. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെങ്കിൽ 1/√2π ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 minus mod x if mod x less than equal to 1. In all other cases, function value will be 0. So mod x less than 1 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? minus x less than 1 or x less than minus x less than 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than minus 1 or x less than. Therefore, x lies between -1 and +1. x -1 നും +1 നും ഇടയ്ക്കാണ് കിടക്കുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മുടെ ലിമിറ്റ് -∞ to +∞ ലിമിറ്റ് ഇതിലേക്ക് റെഡ്യൂസ് ചെയ്യും. -1 to +1 f of x എന്താണ്? 1 minus mod x. e raised to minus isx എന്താണ്? cos sx minus I sin sx. ഇനി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1/√2π integral -1 to +1 1 minus mod x cos sx dx minus I into integral -1 to +1 1 minus mod x sin sx dx. രണ്ടായിട്ട് നമ്മൾ എടുത്തു. ഇനി ഇതില് 1/√2π into ഈ 1 minus mod x എന്ന് പറഞ്ഞ എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. എക്സിന് നമ്മൾ -x കൊടുത്താൽ there will be no change. 1 minus mod x is always even function. അതുപോലെ cos sx ഉം ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ആണ്. അപ്പൊ ആദ്യത്തെ കേസ് ഈവൻ ആണ്. രണ്ടാമത്തെ കേസ് നോക്കിയേ 1 minus mod x is always even function. sin sx odd function. odd into even odd. Therefore രണ്ടാമത്തെ ഫംഗ്ഷൻ odd ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? -a to a f of x dx is equal to 2 times 0 to a f of x dx when f of x is even ആണ്. ഇനി 0 when f of x is odd. f of x even ആവുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? 2 times 0 to a f of x dx. അത് ഓഡ് ആവുമ്പോൾ f of x എന്താണ്? f of x ഓഡ് ആവുമ്പോൾ എന്താണ്? ആൻസർ 0. ഇവിടെ നമുക്ക് 1 minus mod x എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. cos sx ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ആണ്. therefore ഈ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ 2 times 0 to 1 1 minus x cos sx dx. രണ്ടാമത്തെ കേസോ 1 minus mod x ഈവൻ ഫംഗ്ഷൻ ആണ്. sin sx ഓഡ് ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഓഡ് ഓഡ് ആണ്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇതിന്റെ ആൻസർ എന്താണ്? 0. ഇവിടെ 1 minus mod x ആണ് ഞാൻ ഇവിടെ എഴുതിയത് 1 minus x എന്നാണ് എഴുതിയത്. എന്തുകൊണ്ടാണത്? 0 to 1 mod x taken as x itself. 0 മുതൽ 1 വരെ mod x taken as x itself. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ mod x സ്ഥാനത്ത് x എഴുതിയത്. 1 minus x cos sx dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫോറിയർ ട്രാൻസ്ഫോം ഇവിടെ 1/√2π into 2. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? √2π എഴുതാം. കാരണം ഈ 2 √2 into √2 എഴുതുന്നു. ഒരു റൂട്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ √2π. then നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 minus x ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാം. 1 minus x ഇവിടെ പ്ലസ് ഇട്ടു ഇൻറ്റു cos sx ന്റെ ഇന്റഗ്രൽ എന്താണ്? sin sx by s minus
1 minus x in derivative എന്താണ് -1 sin sx base ന്റെ എന്താണ് minus cos sx by s square. ഇന്റഗ്രേഷൻ പാർട്ട് പൂർണ്ണമായി ലിമിറ്റ് ഏതാണ് 0 to. ഇവിടെ നമ്മൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് 1 minus x എടുത്തു, രണ്ടാമത്തെ ഫംഗ്ഷൻ cos sx എടുത്തു. ഡെറിവേറ്റീവ് തീർന്നു പോകുന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 1 minus x ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തത്. 1 minus x into cos sx ന്റെ ഡെറിവേറ്റീവ് എന്താണ് sin sx by s minus 1 minus x ന്റെ ഡെറിവേറ്റീവ് എന്താണ് -1 sin sx base ന്റെ ഇന്റഗ്രേഷൻ എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ minus cos sx by ഒരു s ഓടെ ഉണ്ട് s സ്ക്വയർ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് റൂട്ട് ഓഫ് 2 by pi ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും. 1 അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയിരിക്കും, കാരണം 1 minus 1 0 ആയി. മൂന്നാമത്തെ 3 മൈനസ് ഉണ്ടപ്പോൾ മൈനസ് cos s by s. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 ആദ്യത്തെ ടൈം 0 ആയി പോയി. രണ്ടാമത്തെ കേസിൽ 3 മൈനസ് ഉണ്ടപ്പോൾ മൈനസ് വരും. കോസ് എത്രയാണ് 1 by s. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi. ഇവിടെ നമുക്ക് മൈനസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 by s സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് 2 by pi 1 minus cos s by s. അപ്പൊ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ കിട്ടി. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടി, അതോടെ എഴുതി വെക്കാം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻവേർഷൻ ഫോർമുല കണ്ടുപിടിക്കുന്നത്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ് f of s is equal to root of 2 by pi 1 minus cos s by s. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. റൂട്ട് ഓഫ് 2 by pi 1 minus cos s by s സ്ക്വയർ എന്നാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻവേർഷൻ ഫോർമുല എഴുതാൻ പറ്റും. ഇൻവേർഷൻ ഫോർമുല ഇൻവേർഷൻ ഫോർമുല എഴുതാം. ഇൻവേർഷൻ ഫോർമുല എന്താണ്? ഇൻവേർഷൻ ഫോർമുല f of x is equal to inversion formula f of x is equal to 1 by root of 2 pi integral minus infinity to plus infinity f of s. f of s എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഫോറിയർ ട്രാൻസ്ഫോം ആണ് f of s. e raised to i s f x പ്ലസ് ആണ് e raised to i s x ds ആണ് ds. അപ്പൊ ആദ്യം നമ്മൾ ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം എഴുതാം. f of x is equal to 1 by root of 2 pi integral minus infinity to plus infinity f of s e raised to i s x ds. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 1 by root of 2 pi then integral minus infinity to plus infinity f of x ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിച്ചത്? root of 2 by pi 1 minus cos s by s square e raised to i s x ds. ഇനി നമ്മൾ റൂട്ട് ക്യാൻസൽ ചെയ്തു. റൂട്ട് പൈ വരുമ്പോൾ 1 by pi integral minus infinity to plus infinity then 1 minus cos s by s square e raised to i s x നമുക്ക് എങ്ങനെ എഴുതാം? cos s x plus i sin s x ഇങ്ങനെയാണ്. അപ്പോ റൂട്ട് ക്യാൻസൽ ചെയ്തു. റൂട്ട് പൈ 1 പൈ വന്നു. 1 by pi പുറത്തെടുത്തു. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി 1 minus cos s by s square ആണ് f of s. അവിടെ റൂട്ട് ഓഫ് 2 by pi 1 minus cos s by s square ആണ്. അപ്പൊ അതില് റൂട്ട് 2 by pi എന്നുള്ള മാറിയപ്പോൾ 1 by pi ആയിട്ട് മാറി. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി 1 minus cos s by s square cos s x plus i sin s x. ഇനി അത് സിംപ്ലിഫൈ ചെയ്തിരിക്കണം. അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് this is equal to this is equal to f of x is equal to f of x is equal to 1 by pi ഇവിടെ 1 by pi minus infinity to plus infinity
1 minus cos s by s square cos sx ds plus I into minus infinity to plus infinity 1 minus cos s by s square sin sx ds. That's it. 1 by pi integral minus infinity to plus infinity 1 minus cos s by s square cos sx ds plus I integral minus infinity to plus infinity 1 minus cos s by s square sin sx ds. ഇനി ഇതിലെ ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ്, ഒരു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് കേസ് നമുക്ക് എഫ് ഓഫ് എസ് എടുക്കാം. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് എക്സ് ബൈ എസ് സ്ക്വയർ കോസ് എസ്. ഇവിടെ നമ്മൾ എസിന് ഒരു മൈനസ് എസ് കൊടുത്താൽ എന്താ സംഭവിക്കുക നോക്കി. ഇവിടെ 1 മൈനസ് കോസ് എസ് പറഞ്ഞാൽ കോസ് മൈനസിന്റെ ചേഞ്ച് ഇല്ല. 1 മൈനസ് കോസ് എസ് എസ് സ്ക്വയർ ആകുമ്പോൾ അത് എസ് സ്ക്വയർ തന്നെ ഇവിടെയും കോസ് എസ്. അപ്പോ എഫ് ഓഫ് മൈനസ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ ഇത് ഓഡ് ഈവൻ ഫംഗ്ഷൻ ആണ്. 1 മൈനസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ കോസ് എസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ 1 by pi ഇന്റഗ്രൽ 2 times 0 to infinity 1 minus cos s by s square cos sx എന്ന് എഴുതാം. പ്ലസ് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസില് സെക്കൻഡ് കേസില് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 മൈനസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ സൈൻ എസ് എക്സ് ആണ്. എസിന് മൈനസ് എസ് കൊടുത്താൽ ഇത് സംഭവിക്കുന്നതൊക്കെ 1 മൈനസ് കോസ് എസ് ചേഞ്ച് ഇല്ല ബൈ എസ് സ്ക്വയർ അത് ചേഞ്ച് ഇല്ല. ഇവിടെ എന്താവും? മൈനസ് സൈൻ എസ് എക്സ്. സൈൻ മൈനസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റ. ഇവിടെ നമുക്ക് മൈനസ് എഫ് ഓഫ് എസ്. അപ്പൊ രണ്ടാമത്തെ കേസ് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ 0. നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ മൈനസ് a to a f of x dx is equal to 2 times 0 to a f of x dx when f of x is even. 0 when f of x is odd. ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 times 0 to infinity 1 minus cos ss by s square cos sx dx. രണ്ടാമത്തെ കേസിൽ എന്താണ്? രണ്ടാമത്തെ കേസിൽ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് 0 കൊടുത്തു. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് therefore f of x is equal to 2 by pi integral 0 to infinity 1 minus cos s by s square cos sx ds. Therefore, f of x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 minus mod x. 1 minus mod x is equal to 2 by pi integral 0 to infinity 1 minus cos s by s square cos sx ds. So നമുക്ക് ഇൻവേഴ്സ് ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം ഇൻവേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? 1 minus mod x. 1 minus mod x is equal to 2 by pi integral 0 to infinity 1 minus cos s by s square cos sx ds എന്നാണ്. cos sx ds. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. അത് ഉപയോഗിച്ച് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. അതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് ഓഫ് 2 by pi into 1 minus cos s by s square. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ഇൻവേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ f of x is equal to 1 by root of 2 pi integral minus infinity plus infinity f of s e raised to isx ds ആണ്. ds. അത് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ കേസിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ കേസിലേക്ക് കടന്നു കഴിയുമ്പോൾ എഫ് ഓഫ് എസിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 1 minus mod x എന്നുള്ളതിന്റെ ആൻസർ എന്ത് കിട്ടുന്നു? 2 by pi 0 to infinity 1 minus cos s by s square cos sx ds എന്ന് ആൻസർ.
ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ഇത് എന്ന് ചോദിച്ചതാണ്? മെയ് 2019 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.